നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീലജാനം മറികടന്ന് പോവാനൊരുങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഒരൊറ്റ വലിയിൽ അവളെ വലിച്ചടുപ്പിച്ചു. അവന്റെ ദേഹത്തേക്ക് ഇടിച്ചിരുന്ന അവളുടെ ഇരു ഷോട്ടിലും പിടിച്ച് അല്പം പുറകിലേക്ക് മാറ്റി നിർത്തി ജാൻ. അവളുടെ ഇടത് കവിൾ തടത്തിൽ വലതുകരം ചേർത്ത് വെച്ച് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. സോറി നില, ഐ ജസ്റ്റ് ഹാവ് ടു ഡു ദിസ്. അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നു. കണ്ണുകളൊന്നും മുറുക്കി അടച്ചു തുറന്ന് ജാൻ അവളുടെ ഇടത് കവിളിലേക്ക് ആഞ്ഞു തള്ളി. ആ നിമിഷം അവൾ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീഴാൻ തുടങ്ങിയവേ അവൻ അവൾ വാരി നെഞ്ചോട് അടുപ്പിച്ച് കഴിഞ്ഞിരുന്നു. വണ്ടി വിട് ബാവു, അവനേതോ പ്രാന്ത നോക്ക്, അവൾക്കും കിട്ടി. ദത്തൻ പറഞ്ഞു. ആ വാഹനം അവിടുന്ന് വേഗത്തിൽ പോയിരുന്നു. ജാൻ നിലയുടെ കവിളിലേക്കൊന്ന് നോക്കി. അപ്പോഴും അവളുടെ മുഖത്തേക്ക് മഴത്തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു. അടികൊണ്ട് ചുവന്നു പോയ കവിളിൽ അവനൊന്ന് തഴി. പിന്നെ പതിയെ ചിരിച്ചു. ചോദിച്ച് വാങ്ങിയതല്ലേടി പെണ്ണേ നീ. ഒരു കിസ് തരാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ ജാനിന്റെ ആദ്യത്തെ ചുംബനം അത് നീ സ്വഭാവത്തോട് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്നില്ല. ഐ പ്രോമിസ് യു, when you wake up, I will wipe away all your sorrows. അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു. ഇടവിട്ടിടവിട്ട് കാതുകളിൽ കേൾക്കുന്ന ബീപ് ശബ്ദത്തിൽ അവൾ നെറ്റി വിളിച്ചു. മുറിയിലാകെ ഇരുട്ടാണ്. നേരം പുലർന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. രാത്രിയിലെപ്പോഴോ താൻ ഉണർന്നതാവണം. അവൾ അങ്ങനെ കരുതി. കൈ നീട്ടി ജനൽപ്പടിയിലൊന്ന് പരതി. തന്റെ ചെറിയ ഫോണിൽ ഇടവിട്ടിടവിട്ട് മെസ്സേജ് വരുന്ന ശബ്ദമാണ് തന്റെ കാതുകളിൽ കേൾക്കുന്നത്. അവൾ കൈയെത്തിച്ച് ഫോൺ കയ്യിലെടുത്തു. ഉറക്കെ ചടവോടെ കണ്ണുകൾ നുള്ളി തുറന്ന് ഫോണിലേക്ക് നോക്കി. സമയം 3:30 AM. കുറച്ചുകൂടി ഉറങ്ങാം. ഫോൺ തിരികെ വെച്ച് അവൾ വലതുവശം ചെരിഞ്ഞ് കിടന്നു. തന്റെ ശരീരം എന്തിലോ പോയി ഇടിച്ചു നിൽക്കുന്ന മനസ്സിലാക്കി അവൾ കണ്ണുമിഴിച്ചു. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ എവിടെ നിന്നോ അരിച്ചിറങ്ങുന്ന രാത്രിയുടെ യാമ വെളിച്ചത്തിൽ അവൾ കണ്ടു. തന്റെ തൊട്ടരികിൽ ഒരു കൈയാൽ തല താങ്ങി തന്റെ നേരെ തിരിഞ്ഞ് തന്നെ ഉറ്റുനോക്കി കിടക്കുന്നവനെ. മുറിയിലെ ആ നേർത്ത വെളിച്ചത്തേക്കാൾ ആ കണ്ണുകൾക്ക് തിളക്കമുണ്ടായിരുന്നു. അപ്പോൾ കാൽവിരലിൽ നിന്ന് ഒരു തരിപ്പ് ശരീരത്തിലേക്ക് പടരുന്ന അവൾ അറിഞ്ഞു. ജാൻ സർ. അവൾ ആ പേരുരുവിട്ടതും അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളിൽ വല്ലാത്തൊരു നാണവും. നില, നില, മോളെ എഴുന്നേൽക്ക്, സ്കൂളിൽ പോണ്ടേ മോളെ. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ഈറൻ മുടി ഒറ്റ തോർത്താൽ ചുറ്റിക്കെട്ടി നെറ്റിയിൽ ഭസ്മക്കുറിയും തൊട്ട് പുൻസിരിയോടെ നിൽക്കുന്ന അമ്മയുടെ മുഖം. എഴുന്നേൽക്ക് മോളെ, ഇന്ന് പരീക്ഷയല്ലേ. ശോഭന ടീച്ചർ വിളിച്ചിരുന്നു കേട്ടോ. ഹാൾ ടിക്കറ്റ് ടീച്ചറിന്റെ കയ്യിലല്ലേ. വേഗം എഴുന്നേറ്റ് റെഡിയാവും മോളെ. അമ്മ. എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ. അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു. ഭദ്ര തിരിഞ്ഞടന്നു. പോലെ അമ്മ. അവൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആർക്ക് കീഴ്പോട്ട് തളർന്ന പോലെ അവൾ ഉറക്കെ വിളിച്ച് കരഞ്ഞു. അമ്മ, അമ്മ. ഒരേ ഏങ്ങലോടെ നില കണ്ണുകൾ തുറന്നു. ശ്വാസം വലിച്ചെടുത്തു. സ്വപ്നായിരുന്നു. അപ്പോഴും മുറിയിൽ എവിടെ നിന്നോ ഒരു ബീപ് ശബ്ദം അവൾ കേട്ടു. പിടഞ്ഞെഴുന്നേറ്റു അവൾ. ഉമ്മറത്ത് നിന്ന് വലിയ ഒച്ച കേൾക്കുന്നു. ആരൊക്കെയോ വഴക്കൂടുന്നു. അവൾ മുറി വിട്ടിറങ്ങി ഗോവണിപ്പടികൾ വേഗത്തിൽ ചാടിയിറങ്ങി. പറയടി, നിനക്ക് അറിയായിരുന്നല്ലോ, പറയാ.
നിലമോളെ 2 രാത്രി ഒരു പകലും മോളിങ്ങനെ ഉണർന്നു അമ്മയെ വിളിച്ച് കരഞ്ഞും വീണ്ടും ഉറങ്ങിയൊക്കെയാ തള്ളി നീക്കിയത്. ഇപ്പം നില പെർഫെക്റ്റ്ലി ഓക്കെയാണ്. സോ സമാധാനമായിട്ട് ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം. അതുപോലെ ഞാൻ ചോദിക്കുന്നതിന് മറുപടിയും തരണം. എന്നാൽ നമുക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകാം. അല്ലെങ്കിൽ ഇതുപോലെ കിടക്കേണ്ടി വരും. പക്ഷേ അമ്മ എവിടെയെന്നൊന്ന് പറയാമോ പ്ലീസ് മാം? അമ്മ ഓക്കെയാണെന്നില്ല, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അമ്മയെ വിളിക്കാം. എന്താ? അതിനുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് മുമ്പ് എന്താ നടന്നതെന്ന് പോർത്തേക്കാൻ കഴിയുന്നുണ്ടോ? അവൾ അതിശയത്തോടെ ശ്രീയെ നോക്കി. അതെന്താ മാം അങ്ങനെ ചോദിച്ച്? അറിയാതെ പിന്നെ മൂന്നേരുടെ വിവാഹം കഴിഞ്ഞു ലാവണ്യായിട്ട്. ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും അവളിൽ നിന്ന് അതുമാത്രമാണ് പുറത്തേക്ക് വന്നത്. ആ പറച്ചിലിനും അവളിൽ വല്ലാത്തൊരു അതിശയം ശ്രീ ശ്രദ്ധിച്ചു. ശ്രീ ഒന്ന് ചിരിച്ചു. ഓക്കെ അപ്പോൾ ഇതാണ് ഈ അവസ്ഥയുടെ കാരണം. ഇപ്പോഴാ ഞെട്ടിൽ മാറിയിട്ടില്ലല്ലേ? നിങ്ങളിപ്പോൾ മേനോൻസ് ഹോസ്പിറ്റലാണ്. ഇത് ICU ആണ് കേട്ടോ. എങ്ങനെ ഇവിടെ ആയതെന്നറിയോ? ജാൻ സാർ എന്നെ അടിച്ചു. കവളിൽ പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പി. ഉണ്ണിക്കുട്ടൻ മോളെ അടിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ, വേറെ ആരെയൊന്നും ചെയ്തില്ലേ? ശ്രീ ചിരിച്ചു പോയി. അവളൊന്നും മിണ്ടിയില്ല. വിഷമിക്കേണ്ട നില, മോളുടെ അമ്മ കുറച്ച് മുന്നേ വിളിച്ചിരുന്നു. നിലവുണരുമ്പോൾ തിരികെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മ എങ്ങനെയാ വിളിച്ച്? അമ്മയ്ക്ക് ഇവിടെ ആരുടെയും നമ്പർ അറിയില്ലല്ലോ. തെല്ലൊരു അതിശയത്തോടെ അവൾ ചോദിച്ചു. നിലയുടെ ഫോൺ വീട്ടിലല്ലേ? ആ ഫോണിൽ നിന്ന് കാവ്യയുടെ നമ്പർ എടുത്താ അമ്മ വിളിച്ച്. എപ്പോഴും വിളിക്കായിരുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു. നില വിഷമിക്കേണ്ട. ഹോസ്പിറ്റലായി എന്നുള്ളത് അമ്മയുടെ ആകെയുള്ള വിഷമം. കുറച്ച് കഴിയുമ്പോൾ നിലയെ റൂമിലേക്ക് മാറ്റും. എന്നിട്ട് നമുക്ക് അമ്മയോട് സംസാരിക്കാം, പോരെ? ശ്രീ മാം സംസാരിച്ച അമ്മയോട്? ഇല്ല, കാവ്യ സംസാരിച്ചൊക്കെ. അന്ന ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞു. കാവ്യെല്ലാം പറഞ്ഞു. നീലയൊന്നും മിണ്ടിയില്ല. ജാൻ്റെ അടിയിൽ ബോധം പറഞ്ഞു വീണ നീലാംബരി പിന്നെ ഉണർന്നിരുന്നില്ല. എറണാകുളം എത്തിയപ്പോഴാണ് കാറിൽ വെച്ച് നോർമലില്ലാത്ത രീതിയിൽ അവൾ പെരുമാറിയത്. മയക്കം വിട്ടുണരുമ്പോൾ വല്ലാതെ ഭയപ്പെട്ട് നിലവിളിക്കുന്ന അവസ്ഥ. അമ്മയെ വിളിച്ചു കരഞ്ഞും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നവൾ. അന്നത്തെ ദിവസം അവൾ അനുഭവിക്കേണ്ടി വന്ന വ്യത്യസ്തമായ പല അനുഭവങ്ങളും അവളുടെ കുഞ്ഞു മനസ്സിനെ താങ്ങാൻ കഴിയുമായിരുന്നില്ല. എന്തിന്? ജാൻ നൽകിയ സർപ്രൈസ് പോലും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. മുകുന്ദൻ എന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഉണ്ടാവില്ലെന്ന കാര്യം ഉൾക്കൊള്ളുമ്പോൾ അവളുടെ കണ്ണുകളിൽ പോലും ആ ഞെട്ടൽ പ്രകടമായിരുന്നു. അന്ന് മുന്നിൽ കണ്ടത് സത്യമോ മിഥ്യയോ എന്ന് പല ആവർത്തി അവളോട് തന്നെ അവൾ ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് അമ്മയെ നഷ്ടമാവുമെന്ന തോന്നൽ അവളെ വേട്ടയാടി. തറവാട്ടിലുള്ളവരുടെ പകയേറിയുന്ന കണ്ണുകൾ, കാലി എന്ന കാലകേന്റെ വരവും അനിരുദ്ധന്റെ വെല്ലുവിളിയും, എല്ലാത്തിനുമുപരി കുഞ്ഞുനാളിൽ എവിടെയോ വായിച്ച കഥകളിലെ രാജകുമാരിയുടെ രക്ഷകനായ രാജകുമാരനെ പോലെ വന്ന ജാൻ പോലും അവൾക്ക് അത്ഭുതമായിരുന്നു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും മനസ്സ് പാനിക് അറ്റാക്കിന്റെ രൂപത്തിൽ അവളെ പിടിമുറുക്കിയിട്ടുണ്ട്. ഇപ്പോഴും അതുപോലൊരവസ്ഥ അവളിൽ കടന്നുപോയി. പക്ഷെ അത് ഏറെ നീണ്ടു. ഇത്രയും മണിക്കൂറുകൾ അവൾ ICUവിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഉറങ്ങുമ്പോൾ അത്രയും അവൾ കുഞ്ഞ് നീലാംബരി മുതൽ ജാന്റെ പ്രിയപ്പെട്ട മാലാഖയാകുന്നവരെ സ്വപ്നം കണ്ടു. കടന്നുപോയതും വരാനിരിക്കുന്നതുമായ നിമിഷങ്ങൾ സ്വപ്നത്തിന്റെ രൂപേണ അവളുടെ മനസ്സിൽ മിന്നി മറഞ്ഞു. ശ്രീപാർവതി, ആ കുട്ടി അനുഭവിച്ചു വന്ന ചുറ്റുപാടുകളിൽ നിന്നാവാം അവൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ആ അവസ്ഥ മാറി വരേണ്ടതാ. എന്തായാലും ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആയ സ്ഥിതിക്ക് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശ്രീപാർവതി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ ഇനി അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ സ്വയം ചിന്തിച്ചു കുട്ടി. അതോർത്ത് ഭയപ്പെടുകയാവാം കുട്ടി. ഇപ്പോൾ ആള് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. സൈക്കാട്രി വിഭാഗത്തിലെ സീനിയർ ഡോക്ടർ പ്രഭു ശ്രീപാർവതി കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു. അദ്ദേഹം നീലാംബരിയുടെ ഒത്തിരി നേരം സംസാരിക്കുകയുണ്ടായി. അവളുടെ അവസ്ഥയിൽ അസ്വാഭാവികതയൊന്നും തന്നെ ഇല്ലെന്നും അദ്ദേഹം ശ്രീയോട് പറഞ്ഞു. വൈകുന്നേരത്തോടെ നിലയെ റൂമിലേക്ക് മാറ്റി. ഒന്ന് ഫ്രഷ് ആയ ശേഷം വീട്ടിൽ പോകാമെന്ന് ശ്രീ അവളോട് പറഞ്ഞു. അപ്പോഴേക്ക് ഓടിപ്പിടഞ്ഞ് കിരൺ അവിടെ എത്തിയിരുന്നു. ഓ, കുംഭകർണി ഉണർന്ന? ഇവിടെ മനുഷ്യ രാത്രി ഒന്ന് ഉറങ്ങിക്കിട്ടാൻ കൊതിക്കും. നിനക്ക് മാത്രം ഇതെങ്ങനെ സാധിക്കുന്നടി? ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും ഒരു സർപ്രൈസും കൊടുക്കില്ല, പ്രത്യേകിച്ച് ഇവൾക്ക്. എല്ലാ ജാൻ കാരണ, മൊത്തം ഐഡിയ അവന്റെയാ. പിന്നെ നിന്റെ തറവാട്ടിലുള്ളവരേ, അവിടെ അതിലും വലിയ സർപ്രൈസ് ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പാവാവനും അറിഞ്ഞില്ലാലോ. നീലയുടെ അടുത്ത് ബെഡിൽ നിന്നുകൊണ്ട് അത്ര കാര്യമായി അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കിരൺ പറഞ്ഞു. തുടങ്ങി. അപ്പൊ നിങ്ങൾ ആംഗ്ലയും പെങ്ങളും കൂടി സംസാരിക്കുക. ഞാൻ ഡിസ്ചാർജ് ഫോർമാലിറ്റി പൂർത്തിയാക്കിയിട്ട് വരാം. വീട്ടിൽ പോയിട്ട് വേണേ ഒന്ന് ഫ്രഷ് ആയിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ. ശ്രീ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. കിരണേട്ടാ, അപ്പൊ ശ്രീ മാം ഇതൊരു വീട്ടിൽ പോയില്ലേ? ഇല്ല, ഈ റൂമിലായിരുന്നു. ഇടയ്ക്ക് ശിവയങ്ങൾ വന്നു. ഇണക്കുരികൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ബാക്കിയുള്ളവരിപ്പോഴും കലിപ്പില്ല. ഇന്ന് ചെല്ലുമ്പോൾ കാണാം. കിരൺ പറയുമ്പോൾ നിലയാകെ വല്ലാതെയായി. എല്ലാം താൻ കാരണമാണ്. കാവ്യ എവിടെ? എനിക്ക് അവളെന്ന് കാണണം. അമ്മയെ വിളിക്കണം. എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോകാം കിരണേട്ടാ. വല്ലാത്ത സങ്കടത്തോടെ അവൾ കിരണിനോട് കെഞ്ചി. കാവ്യ ഓഫീസിൽ പോയടോ. ഇന്നു മുതൽ ഓണം ഹോളിഡേ കഴിഞ്ഞു. നിങ്ങൾ ഹോസ്പിറ്റലാക്കി ഞാനും നേരെ ഫ്ലാറ്റിലാണ് പോയത്. കാവ്യോട് നിൽക്കാന്ന് പറഞ്ഞാൽ ശ്രീയമ്മ സമ്മതിച്ചില്ല. അങ്ങനെ അവളെ ഹോസ്റ്റലിലാക്കി. ജാൻ സർ, നീ എന്തിനാ അവൻ അന്വേഷിക്കുന്നത്? നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് അവനോട് ദേഷ്യമല്ലേ? ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ കാറിൽ വെച്ച് നിനക്ക് ബോധം വന്നു. എന്തൊരു ബഹളമായിരുന്നോ.
ജാനെ ദുഷ്ടൻ കാലൻ പട്ടി തെണ്ടി ചെറ്റ എന്നൊക്കെ നീ വിളിച്ചു. പാവം, അവനോടൊരു അല്പം സ്നേഹമുണ്ടെങ്കിൽ നീ അങ്ങനെയൊക്കെ പറയായിരുന്നു. അതും പറഞ്ഞ് കിരൺ നിലയെ ഒളി കണ്ടിട്ട് നോക്കി. എനിക്കൊന്നും ഓർമ്മയില്ല കിരണേട്ടാ, ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ശരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ? തലയിൽ കൈവച്ച് എന്തൊക്കെയോ ഓർത്തടിക്കാൻ ശ്രമിക്കും പോലെ അവൾ ചോദിച്ചു. കിരണിന് ചിരി വന്നു. ചുമ്മാ തമാശക്കൊന്ന് പറഞ്ഞു നോക്കിയതാ. പക്ഷേ നിലയെ അത് കാര്യാക്കി എടുത്തു. അവളുടെ അവസ്ഥ കണ്ടപ്പോൾ കിരണിന് വല്ലാതെയായി. നിലക്കടത്തേക്ക് കട്ടിലായി ചാരിയിരുന്നു അവൻ. മോളെ, കൺവെൻഷൻ ഹാളിൽ വെച്ച് നമ്മൾ രണ്ടാമത് കണ്ടത് ഓർക്കുന്നുണ്ടോ നീ? അന്ന് ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ? നിന്നെ സമ്മതിക്കുന്ന എല്ലാം എന്നോട് പറഞ്ഞിരുന്നോ? പറ, നീ എന്താ ചെയ്ത്? എല്ലാം ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ടിപ്പോ എന്തായി? അതാ പൂജയുടെ പേരും പറഞ്ഞ് ആ പന്ന ടാഷ് പോകുന്ന അമ്പൂതിരി നിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലോ? ആർക്കാ മോളെ നഷ്ടം ഉണ്ടാകുക? പറ, ആർക്കാ? തക്ക സമയത്താ ജാനെല്ലാം അന്വേഷിക്കാൻ തോന്നിയത്. ആദ്യം നിന്റെ വീട്ടിൽ വരാനായിരുന്നു. പിന്നെ നിന്റെ എൻഗേജ്മെന്റ് മുടക്കണമെന്ന് അവന് തോന്നിയത്. കാവ്യ പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടപ്പോ പിന്നെ അവന്റെ ലക്ഷ്യം തന്നെ അതായി. മുകുന്ദനുമായിട്ടൊരു അടി പ്രതീക്ഷിച്ചതാ. പക്ഷെ അവിടെ ഒരു സിനിമകളെ തിരക്കതുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സത്യം. ഞാൻ ജാൻ സാറിന് എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ച കിരണേട്ടാ? ചോദിച്ചുകൊണ്ട് അവൾ കരഞ്ഞുപോയി. ഏയ് ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. പക്ഷെ അവനൊത്തിരി വിഷമമായി കേട്ടോ. അവൻ കാരണമാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ആയതെന്നാ ആള് കരുതി വെച്ചേക്കുന്നത്. ദേഷ്യം വന്നപ്പോൾ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതാ തോക്കൊക്കെ എടുക്കേണ്ടി വന്ന്. അതിനിടയിൽ ശ്രീയമ്മയെ മറ്റവൻ തല്ലിയെന്നോടി കേട്ടപ്പോൾ കയ്യിന്ന് പോയി. മുകുന്ദ മാത്രമേ എനിക്ക് ഇത്ര സിമ്പിളായിരുന്നു കാര്യങ്ങൾ. അവന് ചെകിട് നോക്കിയൊന്ന് പൊട്ടിച്ച് അവൻ രജിസ്റ്ററിൽ ഒപ്പിട്ടാനെ. അതിനിടയിൽ ആ മായയുടെ ഷോ എല്ലാം കൂടി കയ്യിന്ന് പോയി. നില മോളെ, അവന് നിന്നെ ഒത്തിരി വേണ്ട. അവൻ തന്നെ പറയട്ടെ. എനിക്കറിയാം മോൾക്കും. അവനെ പറഞ്ഞ് പൂർത്തിയാക്കാതെ കിരൺ അവളെയും നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. അവളുടെ കണ്ണുകളിൽ കിരൺ കണ്ടു. ജാനയൊന്ന് കാണാൻ അത്രമേൽ അവൾ കൊതിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. ഇരുവർക്കും ഇടയിൽ പ്രണയം ഒരു മൗനിയായ വില്ലനായി എന്ന് അവനറിയാം. കിരണേട്ടാ, ആ റിങ് എവിടെ? കയ്യിൽ കിടന്ന ജാനണിഞ്ഞ റിങ് കാണാതായപ്പോൾ അവൾ ചോദിച്ചു പോയി. റിങ്ങോ? ഏത് റിങ്? ഗോൾഡ് ഓർണമെന്റ്സ് എന്തോ ശ്രീയമ്മയുടെ കയ്യിലുണ്ടായിരുന്നു. റിങ് ഏതാ? എനിക്ക് മനസ്സിലായില്ല. പഞ്ചപാവം കണക്കെ കിരൺ അഭിനയിച്ച് തകർത്തു. അത് പിന്നെ എന്റെ മാലയും വളയും ഒക്കെ. കിരണിന് അവിടെ തപ്പിത്തടൽ കണ്ട് ചിരി വന്നു. ഈ പെണ്ണ് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടാ. നമുക്ക് വീട്ടിലേക്ക് പോവാം. എല്ലാവരും കൈലാസത്തിലാ. ആ കൈലാസം അല്ലടി പൊട്ടി. കൈലാസം തറവാട്. ഞാനൊന്ന് പറഞ്ഞില്ലേ, ഓണാഘോഷിക്കാൻ പോയതാ. ആരും മാൻഷനിലെത്തിയിട്ടില്ല. ഷോപ്പിന് ടീച്ചറൊന്ന് കാണാൻ പറ്റുമോ കിരണേട്ടാ? അതിന് ടീച്ചർ ഹോസ്പിറ്റലിലല്ലോ, നാട്ടിൽ പോയതാ. ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. ശ്രീയമ്മ ഒരു ബൈസ്റ്റാൻഡർ അറേഞ്ച് ചെയ്ത് കൊടുത്തെന്ന് കാവ്യ പറയുന്ന കേട്ടു. നിന്റെ അമ്മയുടെ നമ്പർ ഒപ്പിക്കാൻ ടീച്ചർ കാവ്യ അന്വേഷിച്ചപ്പോൾ ശ്രീയമ്മ പറഞ്ഞ ഭാഗ്യത്തിന് പിറ്റേന്ന് രാവിലെ നിന്റെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു. ഡീ, നീ ചത്തില്ലേ? അയ്യേ, മോശമായി പോയില്ലടി. ഞാൻ റീത്തും കൊണ്ടുവന്നതാ. വെറുതെ ആ പൈസ പോയി. പെട്ടെന്നാണ് ഡോർ തള്ളി തുറന്ന കാവ്യ അകത്തേക്ക് വന്ന് ഡയലോഗ് വിട്ട്. ആ വന്നല്ലോ അയേൺ ലേഡി. ഇവള് നിന്റെ അമ്മായി ഉരുട്ടി വിട്ടോളാ. ഇവള് വിശ്വസിക്കരുത്, നിന്നെ കൊല്ലും. കിരൺ കാവ്യ കളിയായിക്കൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഓ ആണോ? അപ്പൊ അമ്പലത്തിന് പുറകിലേ മറ്റേ കാമ്പ്രാന്നും ദത്തനായിട്ട് ഇയാൾ എന്ത് കരാറാ ഒപ്പുവെച്ച്? കാവ്യം വിട്ടുകൊടുത്തില്ല. ഏയ്, അത് ഞങ്ങൾ മണിയടിക്കാൻ പോയതല്ലേ, ചുമ്മാ ഒരു രസം. പുള്ളിക്ക് ഇപ്പൊ തടസ്സം കൂടാണ്ട് തീർത്ഥം പോകുന്നുണ്ടോ എന്തോ. കാറ്റ് കൊണ്ട് 2 തുള്ളി പോയാലായിന്നാ കരക്കമ്പി. നീല പതിയൊന്ന് ചിരിച്ചു. ഹോ, ചിരിക്കുന്നുണ്ടല്ലോ മോളെ നീലാമ്പരി. ചെലവുണ്ടേ. മുകുന്ദന്റെ ബാധ ഒഴിപ്പിച്ചേനെ ഞങ്ങൾക്കൊരു ബിരിയാണി തന്നേ പറ്റുള്ളൂ. കാവ്യ അവൾക്കടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഓ ഒന്ന് പോടി. ആരൊഴിപ്പിച്ചെന്ന്? എല്ലാം എന്റെ ചെക്കന്റെ ബുദ്ധിയാ. മറ്റേ ഫോൺ വഴിയുള്ള മുകുന്ദന്റെ സംസാരം അന്ന് കേട്ട് അല്ലേലും അവന് ഭ്രാന്തി പിടിച്ച് ഇരിപ്പായിരുന്നു. അവനെ കൊല്ലാതെ വിട്ട മഹാഭാഗ്യം. പെട്ടെന്നാണ് കാവ്യയുടെ ഫോൺ റിങ് ചെയ്ത്. അയ്യോ ഡി, നിന്റെ അമ്മയാവും. 2 തവണ വിളിച്ചിരുന്നു. നിന്നെ കണ്ടപ്പോൾ ഞാൻ ആ കാര്യം പറയാൻ മറന്നു. കാവ്യ ഫോൺ കയ്യിലെടുത്ത് നിലക്ക് നേരെ നീട്ടി. കിരൺ വാ, നമുക്ക് പുറത്തോട്ട് നിൽക്കാം. അവര് സംസാരിച്ചോട്ടെ. ഓ, അത് നീ പറഞ്ഞിട്ട് എനിക്കറിയാം. ഇങ്ങോട്ട് വാടിപ്പുല്ലേ. അതും പറഞ്ഞ് കിരൺ കാവ്യയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് പോയി. നില മോളെ, അമ്മ. ഇരുവരും കരഞ്ഞു ഏറെ നേരം. മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ എല്ലാം അറിഞ്ഞു മോളെ. ആ, ഒരു കണക്കിന് നന്നായി. ഇപ്പോഴാ അമ്മയ്ക്ക് സമാധാനമായത്. അമ്മ, അവരാരെങ്കിലും അമ്മയെ? ഇല്ല മോളെ, ആദ്യം പിന്നെ ഇവിടേക്ക് ആരും വന്നിട്ടില്ല, വിളിച്ചിട്ടുമില്ല. കാവലിയിൽ പോയപ്പോൾ തുളസി അറിഞ്ഞതാ എല്ലാവരും എവിടെയോ ആയുർവേദ ചികിത്സക്ക് പോയിരിക്കുകയെന്ന്. മുകുന്ദൻ്റെ ലാവണ്യയുടെ വിവാഹം കഴിഞ്ഞൊക്കെ അവരായിട്ട് ആരും പറയാൻ പോയില്ല പോലും. പക്ഷേ തുളസി കണ്ണി കണ്ടവരോടൊക്കെ പറഞ്ഞു. എല്ലാവരും അറിയണമെന്നാ തുളസി പറയുന്നത്. മോള് വിഷമിക്കേണ്ട, സ്വത്തുക്കളെല്ലാം ഉടനെ മോളുടെ പേർക്ക് എഴുതണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എങ്കിലും മോൾ ഇപ്പോഴൊന്നും ഇവിടേക്ക് വരണ്ട കേട്ടോ. ബദ്രി വല്ലാത്ത വെപ്രാളവും പരവേശവുമായിരുന്നു. ആദ്യം കാര്യങ്ങളൊക്കെ കാവ്യ പറഞ്ഞറിയുമ്പോൾ ഏതാണ്ട് നിലയുടെ അവസ്ഥ തന്നെയായിരുന്നു ഭദ്രയിലും. ഇത്രയും നാൾ നടക്കാൻ കാത്തിരുന്ന് എന്തോ നടന്നതുപോലെ ആ അമ്മയുടെ ഉള്ളം തുടികൊട്ടി.
മോളെ രക്ഷിക്കാൻ ആരോ വരുമെന്നുള്ള വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് പൂർത്തിയായിരിക്കുന്നത്. അമ്മ, മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോഴും? ആ, അതാകെയുള്ള വിഷമം. അമ്മയ്ക്ക് തീരെ വയ്യ മോളെ. ഭക്ഷണമൊന്നും കഴിക്കണില്ല. ഡോക്ടർക്ക് എന്തോ ഒരു ചെറിയ സംശയം. 2 ദിവസം കഴിഞ്ഞ് എന്തോ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പെറ്റ് സ്കാൻ എന്നോ മറ്റോ ആണ് പറഞ്ഞ്. തുളസി ഞാനും മാറി മാറി ഇപ്പോൾ ആശുപത്രിയിൽ നിൽക്കുന്നതേ. തുളസിയോട് ആരോ പറഞ്ഞു എന്ന് ഈ സ്കാൻ അർബുദ രോഗമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. ദൈവം എന്താ കരുതി വെച്ചേക്കണമെന്ന് അറിയില്ല മോളെ. അത് ഓർത്തിട്ടൊരു സമാധാനമല്ല. കാവിൽ വിളക്ക് കൊളുത്താൻ കൂടി കഴിയണില്ല. മോളുടെ മുത്തശ്ശൻ ആകെ തകർന്നിരിക്കുക. പൂജയൊക്കെ നടത്തി കാശിനൽപ്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കൊടുത്ത കാശാണ് ഇപ്പോൾ ചിലവാക്കുന്നത്. സർക്കാർ ആശുപത്രി തന്നെയാണ്. പക്ഷേ തൊട്ട് എല്ലാത്തിനും ചിലവാ. RCCയിലേക്ക് പോവേണ്ടിയിരുന്നു കൂടി കേട്ടപ്പോൾ അച്ഛനാകെ തളർന്നുപോയി മോളെ. ബദ്രയുടെ തേങ്ങൽ ഫോണിലൂടെ അവൾ കേട്ടു. അവളുടെ കണ്ണുകളും നിറഞ്ഞു. അമ്മ, എൻ്റെ അക്കൗണ്ടിൽ കുറച്ച് കാശുണ്ട്. സാലറി കിട്ടിയതൊക്കെ ഞാൻ ചിലവാക്കിയിട്ടില്ല. ഞാൻ വരുമ്പോൾ അമ്മയെ ഏൽപ്പിക്കാം. മോളെ, ആ മോൻ അവിടെയുണ്ടോ? മടിച്ചായാലും ഭദ്രക ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആരാ അമ്മ? മോളെ രക്ഷിച്ച ആ മോൻ മോളുടെ കയ്യിൽ മോതിരൊക്കെ ഇട്ടെന്ന് കാവ്യമോള് പറഞ്ഞു. അമ്മയുടെ സ്വരത്തിൽ എവിടെയോ ഒരു പ്രതീക്ഷ അവൾ അറിഞ്ഞു. അവൾ ഒരു നിമിഷം നിശബ്ദയായി. അതൊക്കെ മുകുന്ദനെ ചൊടിപ്പിക്കാൻ ചെയ്താവമ്മ. ജാൻ സാർ എൻ്റെ ഓഫീസിലെ CEO. ഇപ്പോൾ ഇവിടെ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാവ്യയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകും അമ്മ. പിന്നെ വീണ്ടും ജോലിക്ക് കയറണം. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാം. ഇപ്പോഴൊന്നും വരേണ്ട മോളെ. ആദ്യം മുത്തശ്ശിയെ വീട്ടിൽ കൊണ്ടുവരട്ടെ. എല്ലാവരും നമ്മളോട് എങ്ങനെയാന്ന് നോക്കിയിട്ട് മതി ഇവിടേക്കുള്ള വരവും പോക്കൊക്കെ. കുട്ടി സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് എങ്ങും പോകരുത്. മുകുന്ദം പകയുള്ള കൂട്ടത്തിലാ. പിന്നെ അവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ മോൾക്ക്. അതാ എൻ്റെ ഒരു ആശ്വാസം. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം അവർ രണ്ടാളും ഒരിക്കൽ കൂടി അയവിറക്കി. ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞു. എങ്കിലും ഇരുവരിലും ഒരു പടി മുന്നിട്ട് നിന്ന് തികഞ്ഞ ആകുലതയും ഭയവും തന്നെയായിരുന്നു. അമ്മയ്ക്ക് മകളെ ഓർത്ത് മാത്രമായിരുന്നെങ്കിൽ നിലയ്ക്ക് എണ്ണം കൂടുതലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെയും ജീവൻ ആപത്തിലാണ്. കാവ്യ, ജാൻ സാർ, കിരണേട്ടൻ, ശ്രീ മാം. ക്യാൻറ്റീനിൽ നിന്നൊരു കോഫി വാങ്ങി ചുണ്ടോട് ചേർത്ത് ഊതിക്കൊടിക്കുന്ന കാവ്യയെ നോക്കി ഒരു നിമിഷം അങ്ങനെ നിന്നു കിരൺ. എന്താടാ, നിനക്ക് വയ്യേ? കിരണിന്റെ നോട്ടം കണ്ട് കാവ്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഡേഡി, നിനക്കിപ്പോ എന്നോട് ഒട്ടും ബഹുമാനമില്ല കേട്ടോ. ഓ, എന്തിനാ അപ്പം അതൊക്കെ? എന്തിനാ അതിപ്പോ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓ, അങ്ങനെയാണോ? എന്നാലൊരു കാര്യം ചോദിക്കട്ടെ. അന്ന് ആ ഗുണ്ടന്റെ കൈ കുത്തിയപ്പോ നീ എന്തിനാടി കരഞ്ഞ്? കിരൺ പെട്ടെന്ന് ചോദിച്ചപ്പോൾ കാവ്യ ഒന്ന് പതറി. ആര് കരഞ്ഞു എന്ന്? അയ്യടാ, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കണ്ടതല്ലേടി മോളെ കാവ്യേ. കള്ളം പറഞ്ഞാലേ നിന്റെ നാവ് ഞാനിങ്ങെടുക്കും കേട്ടോ. വല്ലാത്ത കുറുമ്പോടെ തൻ്റെ അടുത്തേക്ക് കുറുകി വരുന്ന കിരണിനെ അവൾ കണ്ണുകൂർപ്പിച്ച് നോക്കി. ദേ കിരൺ, ഇത് ഹോസ്പിറ്റലാണ്. ഇങ്ങോട്ട് മാറി നിൽക്ക്. അത് നിങ്ങളുടെ തന്നെ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽ അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നോ? നിനക്കന്ന് തലക്കടിയുണ്ടോ കിരൺ? വാ പോവാ. അവളവിടെ ഒറ്റക്ക. പിന്നെ മറ്റേ കാര്യം ചോദിച്ചോ? കാവ്യ ചോദിക്കുമ്പോൾ കിരണൻ ചിരിച്ചുകൊണ്ട് മാറിയെന്ന്. ഞാനൊന്ന് ആക്കി ചോദിച്ചു നോക്കി. അവന്റെ കാര്യത്തിൽ എനിക്ക് ഏതാണ്ട് ഉറപ്പായി. ചെക്കനോട് അത് പറയാതെ പറഞ്ഞു. നിലക്കും അവന് ഇഷ്ട കാവ്യ. പക്ഷെ പറയാനൊരു അവസരം ഇല്ലായിരുന്നല്ലോ അവളുടെ ജീവിതത്തിൽ. മുകുന്ദൻ എന്ന ചാപ്റ്റർ ക്ലോസ് ആയ സ്ഥിതിക്ക് അവർ നമ്മളെ സംസാരിച്ച് തീരുമാനിക്കട്ടെ. നമുക്കതിൽ ഇടപെടണ്ട. അതിൻ്റെ ഒരു ശരി. ഈ പ്രണയമൊക്കെ ഇങ്ങനെ പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് മറ്റൊരു സുഖമുള്ള ഫീലല്ലേ മോളെ കാവ്യെ? കിരൺ കാവ്യെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ കിരൺ, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? ആരോടാ? ഫീലൊക്കെ ഉണ്ട്. വരട്ടെ, നോക്കാം. ഇപ്പൊ നീ വാ, അവളുടെ അടുത്തേക്ക് പോവാം. കാവ്യ നിലക്ക് ധരിക്കാനുള്ള ഒരു ജോഡി ഡ്രസ്സും കൊണ്ടാണ് വന്നത്. ഇതിനോടൊപ്പം തന്നെ ഡിസ്ചാർജ് ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കിയിരുന്നു. ശ്രീയും കിരണും കാവ്യയും നിലയും കൂട്ടി ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഇത് ശ്രീ കയ്യിലായി വെച്ച് കൊടുത്ത ആഭരണങ്ങൾ നോക്കി അവൾ അങ്ങനെ ചോദിച്ചു പോയി. എന്തി, എല്ലാം തൻ്റെ തന്നെയാടോ? ഒരു ചെറുപുഞ്ചിരിയോടെ ശ്രീ പറയുമ്പോൾ നില ജാൻ വിരലിലണിച്ച റിങ് കയ്യിലെടുത്തു. പക്ഷെ ഈ റിങ് അത് ജാൻ സാറ് മുകുന്ദന് ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്താ മാം. ഇത് മാം തന്നെ വെച്ചോളൂ. നില, ഉണ്ണിക്കുട്ടൻ എന്തുദ്ദേശത്തിലാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവനോട് ചോദിക്കാതെ ഞാൻ വാങ്ങില്ല. ചുമ്മാ കിടക്കട്ടെ, നമുക്ക് നോക്കാന്നേ. പിന്നെ നിലയോടും കാവ്യയോടും ഞാൻ ഒരു കാര്യം പറയാം. എന്നെ ഈ മാം എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. വേറെ എന്ത് വേണേലും വിളിച്ചു. അത് കേട്ട് കാവ്യ നിലയൊന്ന് പുഞ്ചിരിച്ചു. എന്താ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? കേൾക്കട്ടെ. അത് മാം, അല്ല, ഒന്നും തോന്നില്ലെങ്കിൽ കിരണേട്ടൻ വിളിക്കും പോലെ വിളിച്ചോട്ടെ അല്ലേ കാവ്യ? നീല കാവ്യയോടും കൂടി അഭിപ്രായം ചോദിച്ചു. ശ്രീയമ്മ, അത് കുറച്ച് ഓവറല്ലേടി. ശ്രീ ആൻറ്റീന്ന് വിളിക്കാം. കാവ്യ പറയുമ്പോൾ ശ്രീ മുഖം ചുളിച്ചു. അയ്യടാ, ഒന്ന് പോവിള്ളേരെ, ഒരു ആൻറ്റി. അതിലും ഏതാ ശ്രീയമ്മയാ. ഹലോ,
തമാശ കഴിഞ്ഞെങ്കിൽ വന്ന് വണ്ടി കയറ്. കിരൺ അപ്പോഴേയും കാറുമായി അവിടെ എത്തിയിരുന്നു. എന്തോ പറഞ്ഞിരിക്കുന്ന മൂവരെയും നോക്കി കാറിന്റെ ഗ്ലാസ് താഴ്ത്തി കിരൺ പറയുമ്പോൾ നിലയൊന്ന് പരിങ്ങി. മാം, സോറി ശ്രീയമ്മ, ഞാൻ കാവ്യയോടൊപ്പം ഹോസ്റ്റലിൽ പോയിക്കോളാം. നില, എന്താ നില നീ പറയുന്നത്? നിന്നെ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ വിടാൻ മാത്രം ധൈര്യം എനിക്കില്ല കേട്ടോ. അങ്ങനെ വിടായിരുന്നെങ്കിൽ അന്ന് മോളുടെ അമ്മ വിളിച്ചപ്പോൾ കൂടെ വിടാൻ പാടില്ലായിരുന്നു ഞങ്ങൾക്ക്. ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്കണം, പിന്നെ കുറേ നാളത്തേക്ക് നമ്മളൊന്ന് കരുതിയിരിക്കണം. എന്നീരുതി അവരൊക്കെ ഭയപ്പെട്ട് ഒളിച്ച് ജീവിക്കണം എന്നല്ല. നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുന്ന കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ചെറിയ കരുതൽ. ഒരു 1 വീക്ക് ഞങ്ങളോടൊപ്പം കൈലാസത്തിലും മാൻഷനിലൊക്കെ ആയിട്ട് കഴിയാം. അത് കഴിഞ്ഞാൽ പതിയെ ഹോസ്റ്റലിലേക്ക് മാറാം. എന്താ? പക്ഷേ ശ്രീയമ്മ, അവിടെ എല്ലാവരും ഇല്ലേ? എനിക്കെന്തോ ഒരു ചമ്മൽ പോലെ. ഞാൻ എന്താ അവിടെയെന്ന് എല്ലാവരും ചോദിച്ചാൽ ഞാനെന്താ പറയുക? നീലാംബരിയുടെ മനസ്സിൽ മാധവിയുടെ മുഖമായിരുന്നു. അന്ന് മാൻഷനിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ അവിടെ മനസ്സിലേക്ക് കടന്നു വന്നു. ശ്രീയുടെ നിർബന്ധത്തിന് വഴങ്ങി കാറിൽ കയറിയപ്പോഴും നിലയുടെ വിഷമം അതോർത്തിട്ടായിരുന്നു. ഏയ്, അതൊന്നും ഒരു പ്രശ്നമില്ലേ നില. കാവില്ലേ കൂടെ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? ശ്രീ അങ്ങനെ പറഞ്ഞുവെങ്കിലും അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഈ വിവരമൊന്നും അച്ഛനോ അമ്മയോ ശിവേട്ടനോ അറിഞ്ഞിട്ടില്ല. നിലക്ക് സുഖമില്ലെന്ന് മാത്രമാണ് ശിവേട്ടൻ അറിഞ്ഞിരിക്കുന്നത്. കൈലാസം വീട്ടിലേക്കാണ് തങ്ങൾ പോകുന്നത്. ശിവേട്ടനോട് സത്യം പറയേണ്ടി വരും. കാരണം ഈ റിങ് തന്റെ വിരലിൽ കിടന്നാണ് ജാൻ തനിക്ക് തന്ന ഗിഫ്റ്റ്. അതാണ് അവൻ നിലയുടെ കയ്യിലണിയിച്ച്. നിലയെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞാൽ എന്താവും അവരുടെയൊക്കെ പ്രതികരണം? അതാലോചിക്കുമ്പോൾ സ്ത്രീകൽപ്പം പരവേശമൊക്കെ തോന്നി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.